കടൽ കയറ്റത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് തോപ്പുംപടിയിൽ വൈദികർ നടത്തിയ ഉപവാസ സമരം ചരിത്ര സംഭവമായി. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങൾ സമരപന്തലിലെത്തി സർക്കാരിനും ജനപ്രതിനിധികൾക്കുമെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കി. കടൽ കയറ്റത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള അതിജീവനത്തിന്റെ ഈ സമരം അധികാരികളുടെ കണ്ണു തുറപ്പിക്കണമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ സൗജന്യ റേഷൻ വേണ്ടേ വേണ്ട തന്നേ തീരൂ തന്നേ തീരൂ ഈ സമരം. കടൽക്കയറ്റം രൂക്ഷമായ ചെല്ലാനം പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരപ്രദേശത്ത് കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വൈദികർ നടത്തിയ ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് സമരപ്പന്തലിലെത്തിയത്. സംസ്ഥാന സർക്കാരിനും ജനപ്രതിനിധികൾക്കുമെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കി സമരപ്പന്തലിൽ അവർ നിലയുറപ്പിച്ചതോടെ 2 മണിക്കൂറോളം ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തോപ്പുംപടി സാൻഡോം ജംഗ്ഷനിൽ നിന്നാരംഭിച്ച റാലി KCBC സെക്രട്ടറി ജനറൽ റവറന്റ് ഫാദർ തോമസ് തറയിലും പള്ളുരുത്തിൽ നിന്നാരംഭിച്ച റാലി KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസും ഉദ്ഘാടനം ചെയ്തു. 2 റാലികളും സമരപ്പന്തലിലെത്തി വൈദികർക്ക് അഭിവാദ്യം അർപ്പിച്ചു. സമാപന സമ്മേളനം കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കിന്നത്തെ ഈ കൂടിവരവ് ഇതൊരു തുടക്കം മാത്രമാണെന്ന് നമ്മുടെ ഇവിടെ വന്ന് എല്ലാവരും തന്നെ പറഞ്ഞു. ഇത് മാത്രമല്ല, ഇത്രയേറെ വൈദികര് ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഈ മക്കളുടെ എല്ലാവരുടെയും കണ്ണീരകറ്റുവാൻ ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നുള്ള ശക്തമായ ഭാഷ പറയുവാൻ വേണ്ടിയാണ്. എറണാകുളം, ആലപ്പുഴ തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന തീരദേശ ജനത ദുഃഖത്തിലാണ്. കടൽ ഭിത്തി തകർന്ന് കടൽ ജലം കയറി ഭവനങ്ങളും ജീവനോപാധികളും നഷ്ടപ്പെട്ട ജനത സങ്കടപ്പെടുമ്പോൾ അവരോടുകൂടെ ആയിരിക്കുക എന്നുള്ളത്, അവരോടുകൂടെ ഉണർന്നെഴുന്നേൽക്കുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ദൗത്യമാണ്. കടൽക്കയറ്റത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള അതിജീവനത്തിന്റെ ഈ സമരം അധികാരികളുടെ കണ്ണ് തുറപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻവീട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് മുഖ്യപ്രഭാഷണവും KRLCC സെക്രട്ടറി ജനറൽ റവറന്റ് ഡോക്ടർ ജിജു അറക്കത്തറ സമര പ്രഖ്യാപനവും നടത്തി. നമ്മുടെ ചോദ്യം, ഇവിടെ ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള 17 കിലോമീറ്റർ തീരത്ത് താമസിക്കുന്ന ആളുകൾ പ്രജകളാണെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് പറയാനാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇത് പൗരന്മാരുടെ കാലമാണ്. ഇവിടെ ആരുടെയെങ്കിലും പ്രജകളായി ഇവർ ഇനിയും തുടരുമെന്ന് ഏതെങ്കിലും ഭരണകൂടത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ അവസാനിപ്പിക്കാൻ കൂടിയാണ് പ്രത്യക്ഷത്തിൽ ഇവിടെ വീണ്ടും നമ്മൾ സമരത്തിനിറങ്ങിയത്. സമരസമിതി കൺവീനർ ഫാദർ ആന്റണി കുഴുവേലിൽ, ജോയിന്റ് കൺവീനർ സന്തോഷ് കൊടിയനാട് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യം ജീവൻ നേടിയിട്ട് വേണം പിന്നെ സംരക്ഷണം അല്ലെങ്കിൽ വികസനമുണ്ടാകാൻ. ജീവിക്കാനായി സാധിക്കാതെ കേഴുന്നവരാണ് ഇവിടെ ഇപ്പോൾ ചുറ്റും കൂടിയിരിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, വീട്ടുസാധനങ്ങൾ നഷ്ടപ്പെട്ട്, അതുപോലെ വീടിന് പൊഴിഞ്ഞ് മാറി താമസിക്കാൻ അല്ലെങ്കിൽ പോകാൻ ഇടമില്ലാതെ കേഴുന്ന ജനങ്ങളെയാണ് കാണുന്നത്. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും. നമ്മൾ അനുഭവിക്കുന്ന യാതനകൾ തീർച്ചയായും ആ യാതന കടന്നു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്